ഹലോ ഗൈസ്, എല്ലാവരും അബ്ജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ക്യാരറ്റ് പുഴുങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് നല്ല കഴുകി വൃത്തിയാക്കി പുഴുങ്ങി ഇതാ വെച്ചിട്ടും. അപ്പോൾ അത് ഞാൻ ക്യാരറ്റ് അലുവ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലെ ജാറിൽ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരച്ച് വരണം, കുറച്ചായിട്ട് അരക്കണം. അപ്പോൾ ഒന്ന് അരച്ച് വരട്ടെ. ഇത് പച്ചക്ക് ചിരകിയിട്ട് ഉണ്ടാക്കാം, പുഴുങ്ങിയിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിൽ ഫൈനായിട്ട് അതെല്ലാം അരച്ച് വന്ന് പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല നമ്മൾ ക്യാരറ്റൊക്കെ നല്ല അരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിരകുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാട്ടിക്കുന്നത്. ചിരകിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നമുക്കങ്ങനെ വന്ന് ചെയ്യാം. അണ്ടിപ്പരിപ്പ് വറക്കാൻ പോവുകയാണ്. അണ്ടിപ്പരിപ്പ് വറക്കാൻ പോവുകയാണ്. ഞാൻ ഇരുമ്പിൻ്റെ ഒരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി കണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, പിസ്ത ഉണ്ട്, ബദാം പരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ ഒന്നിച്ചിട്ട് വറക്കാൻ പോകുക. നെയ്യാണ് വറക്കുന്നത്. നാടൻ നെയ്യാണ് അതിലാണ് വറക്കുന്നത്. നാടൻ നെയ്യ് നല്ല നാടൻ നെയ്യാണ് വറക്കുന്നത്. അപ്പോൾ ഗൈസ് നല്ല കൊട്ട വയ്ക്കണം. നല്ല തണുപ്പാണ്. നമ്മളായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ്. ഒന്നിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വറുത്ത് വരണം. നല്ലൊന്ന് വറുത്ത് വരണം. നല്ല മൂത്ത് പറ്റാൻ നെയ്യിലൊക്കെ വന്ന് നല്ല മൂക്കണം. നല്ല നെയ്യിലൊക്കെ കണ്ണം മൂക്കണം. നമ്മളതിലേക്ക് നല്ല മൂത്ത് നല്ല നെയ്യിൽ നല്ല മണം തരുന്നുണ്ട്. മൂക്കുണ്ട്, അതായത് നല്ല മൂട്ട് മണം വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ചേർത്തരിവ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് നല്ലെണ്ണ പറഞ്ഞു കൊടുക്കുകയാണ്. നല്ലെണ്ണയിൽ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നല്ലെണ്ണയ്ക്ക് പറഞ്ഞു കൊടുക്കും. നല്ല വെള്ളം വറ്റി വരട്ടെ. വെള്ളം വറ്റിയതിൻ്റെ കഴിച്ചതാണ്. കുറച്ച് നല്ലെണ്ണ പറഞ്ഞു കൊടുക്കുകയാണ്. നല്ലെണ്ണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ക്യാരറ്റ് കൊട്ടി കൊടുക്കുകയാണ്. ക്യാരറ്റ് നല്ലെണ്ണ കൊട്ടി കൊടുക്കുകയാണ്. നല്ലോണം നെയ്യിൽ കിടന്നിട്ട് ക്യാരറ്റ് നല്ലോണം മൂത്ത് വരണം. നെയ്യ് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണ കുറച്ചൊന്നും മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലേശം ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു മണത്തിന് വേണ്ടി നിങ്ങൾ കയ്യുണ്ടെങ്കിൽ കൂട്ടിക്കോളി, ഇല്ലെങ്കിൽ കൂട്ടണ്ട. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുണ്ട്. അപ്പോൾ ലേശം കൂട്ടി കൊടുക്കുകയാണ് ഒരു മണത്തിന് വേണ്ടി. അതൊന്ന് നല്ല ഇളക്കി കൊടുത്താലും അതിൻ്റെ രസം കിട്ടത്തുള്ളൂ. ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ പശുമ്പാലം പാർന്നിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാൻ തേങ്ങാപ്പാലാണ് തേറ്റരി ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലാണ് തേറ്റരി ഉണ്ടാക്കുന്നത്. നന്നായി ഒന്ന് അതിൽ കിടന്ന് സെറ്റായി തേറ്റരി ലെവലാവും.